ഹലോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളൊരു 7:32 വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. പിന്നെ നമ്മളെ ഒരു QR കോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേൻ്റെ, അതിവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓണർ. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിലോമീറ്ററൊക്കെ 0 ആക്കി വെച്ചിട്ടുണ്ട്. 5 തന്നെ CNG ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ QR കോഡ് വാങ്ങിക്കൊണ്ടിട്ടെ. ഇത് നമ്മുടെ മൂന്നാമത്തെ QR കോഡ് കേട്ടോ. ഈ മോഡൽ QR കോഡ് നമ്മൾ ഈ സാധനം കണ്ടോ, ഈ QR കോഡാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചിങ്ങനെ കളർ പൊയ്ക്കണം, എന്നാലും സ്കാൻ ആവുന്നുണ്ട്. പിന്നെന്താന്നോ, ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ. അപ്പോൾ പിന്നെ ഞാനിവിടെ ഊബർ ടാക്സി എന്നാണ് കൊടുത്തിരിക്കണേ. അതിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഓൺലൈൻ ടാക്സി ആക്കിയാണ്ടാണ് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കണേ. അപ്പോൾ അത് പോയി വാങ്ങട്ടെ. അതിപ്പോൾ ഓണർ റൂമിലാണ് ഉള്ളത്. ഇവിടെയാണ് അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓണർ ഇപ്പോൾ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു ഇവിടെ സാധനം വന്നിക്കണോ. അപ്പോൾ ഏതായാലും അത് പോയി വാങ്ങിക്കൊണ്ടിട്ടെ. അപ്പോൾ നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൂഗിൾ പേൻ്റെ ഇങ്ങനെയാണ് സാധനം വരിക. ഞാനത് 3 വട്ടം ഓർഡർ ചെയ്തേക്കും, പക്ഷേ എൻ്റെ 2 വട്ടം എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇപ്പോഴത്തൊന്നും ഓർഡർ ചെയ്യണ്ട. ഇതുണ്ടോ, നമ്മൾ ബാവ അവറോറോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ആ കാണുന്ന ട്രാൻസ്ഫോമർ ഉണ്ടോ, അവിടെ ആ ഗേറ്റ് ഉണ്ടോ, ബ്ലാക്ക് ഗേറ്റ്, അവിടെ ഒരു വില്ലുണ്ട്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ബാവ അവറോറ. ഞാൻ അതാണ് ലൊക്കേഷൻ കൊടുക്കൽ. ഇതാണ് നമ്മളെ ഗേറ്റ്. അപ്പോൾ അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. വണ്ടി ഇതുവരെ കോൾഡ് സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ഇപ്പോഴാണ് ജിമ്മൊരു സാധനം കാണുന്നത്. ഊബർ ടാക്സിന്ന് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇതുണ്ടോ, ജിമ്മി ഞാൻ അതന്നെ കൊടുത്തീനെ. പക്ഷെ ഞാനിപ്പോൾ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ മാത്രം അങ്ങനെയാണോന്ന് അറിയില്ല. QR കോഡിൽ എന്താ അവസ്ഥ അറിയില്ല. ഞാൻ ഓൺലൈനിൽ QR കോഡ് നോക്കിയപ്പോൾ ഓൺലൈൻ ടാക്സി തന്നെയാണ്. പൊളിച്ച് നോക്കട്ടെ, ഇത് കിട്ടണില്ല, ഭയങ്കര ഒട്ടിപ്പാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതെന്താ വെച്ചാൽ ഇത് സ്റ്റാൻഡാണ്, ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് നിലത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള സ്റ്റാൻഡാണ്. അതിൻ്റെ ബോർഡാണിത്. ഓക്കെ, കണ്ടോ, ഇത് ഈ ബോർഡിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ സ്റ്റാൻഡായി. അത് നമുക്ക് വേണ്ട. പിന്നെ ഇത് 2 സ്റ്റിക്കറാണ്. ചിലവർ സീറ്റിൻ്റെ ബാക്കിലൊക്കെ ഒട്ടിക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കാം. ഇതാണ് നമ്മുടെ സാധനം. ഈ പേര് അത് തന്നെയാണ്, ഊബർ ടാക്സി തന്നെയാണ് പേരുണ്ടാവും. ഞാൻ കാട്ടിത്തരാം. ഞാൻ ആദ്യം ഇതിന് മുമ്പ് നല്ല മണം. അപ്പോൾ ആദ്യം ഇതിന് മുമ്പ് ഞാനൊന്ന് ഓർഡർ ചെയ്തേനെ. ഇപ്പം അങ്ങനത്തെ 2 എണ്ണമായിട്ടോ. വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസം എന്താ, കുറേ ചളി വെക്കണല്ലേ. അപ്പം ഇന്ന് പുതിയതിലാട്ടോ, പഴയത് ഒഴിവാക്കാം. പഴയതടക്കം കിടക്കട്ടെ. ഞാൻ വേഗം ഊബർ ഓൺ ആക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ 7:37 സമയം. വണ്ടി കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് വേഗം ഓൺ ആക്കിയിട്ടാൽ ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ സമയം 7:37 ആയിട്ടോ. നമുക്ക് വേഗം ഊബർ ഓൺ ആക്കാം. വാലറ്റിൽ ഒരു 88 കിടക്കുന്നുണ്ട്, അതാണ് കടന്നോട്ടെ. ചെറിയ പൈസ ഒന്നും വലിയ വിഷയമല്ല. പിന്നെ ഡേറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതിന്മേൽ ഡേറ്റ് ഉണ്ടാവും, അടക്കണ്ടേ 12-ാം തീയതിയാണ്. ഇന്ന് 10-ാം തീയതി അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മളെ റാപ്പിഡോ മുത്തുമണി ഓൺ ആക്കട്ടെ. റാപ്പിഡോ ഓൺ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വലിയ ചാർജൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഇന്നലെ തന്നെ അത്യാവശ്യം ഊബർ ടാക്സികളൊക്കെ വന്ന് ഒടുങ്ങിയിട്ടുണ്ട്. ആ ഉച്ച സമയത്തുണ്ട് കാക്കനാട്. ഞാൻ കൂടി ട്രിപ്പ് പോയപ്പോൾ CNG അടിക്കാൻ വരി നിന്നിട്ട് കുറേ റോട്ടിൽ കൂടി അങ്ങനെ വരി വയ്ക്കണേ. സാധാരണ അങ്ങനെയൊക്കെ ഞാൻ പുളിഞ്ചോട് എടപ്പള്ളിയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതാ കാക്കനാട് അങ്ങനെ. ഇന്നലെ എന്താണെന്നോ എല്ലാവരും നാട്ടിൽ നിന്ന് വന്നിട്ടേ വേഗം CNG അടിക്കാൻ വന്നിക്കാണ്. എന്നാലും QR കോഡ് നമ്മളെ പറ്റിച്ചിട്ടോ. ഇത്രയും ദിവസത്തിൽ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ കാട്ടിത്തരാം. ഇതാണ് ഇതിൻ്റെ ആപ്പ്, ബിസിനസ് ഗൂഗിൾ പേ. ഇതുണ്ട്, ഓൺലൈൻ ടാക്സി എന്നാണ് ഞാൻ കൊടുത്തിരിക്കണേ. ഇപ്പോൾ ഇതിൽ പേര് ഞാൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ സാധനം അങ്ങനെ വന്നത്. അതിപ്പോൾ ഇനി കുഴപ്പമില്ല, പോട്ടെ. രാവിലെ തന്നെ ട്രിപ്പ് അടിച്ചതാണ്. 5.2 കിലോമീറ്റർ പിക്കപ്പും 5.3 കിലോമീറ്റർ ഡ്രോപ്പും 140 രൂപ. നഷ്ട ട്രിപ്പായില്ല രാവിലെ തന്നെ. ഇത് കണ്ടോ, നമ്മൾ കൊടുത്തതൊക്കെ കറക്റ്റാണ്. ഇവിടെ ഓൺലൈൻ ടാക്സി, ബാവ അവറോറ. ഇനിയിപ്പോൾ QR കോഡ് എടുക്കുകയാണെങ്കിലും ഇതുണ്ടോ, QR കോഡിൻ്റെ പേരാണ് ഇത്, ഓൺലൈൻ ടാക്സി. പിന്നെ അടിയിൽ ഫോൺ നമ്പർ ഉണ്ടാവും. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഞാൻ QR കോഡ് ബുക്ക് ചെയ്തത്. പക്ഷേ എങ്കിൽ ഇത് പഴയതാണ് വന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നോ, ഞാൻ ട്രിപ്പ് ക്യാൻസലായിട്ടോ. ഏതായാലും നന്നായി. പിന്നെ ഞാൻ 3-ാമത്തെ വട്ടമാണ് ഈ സാധനം ബുക്ക് ചെയ്യണത്. അപ്പോൾ 1-ാമത് ബുക്ക് ചെയ്തതാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് പഴയത്. 2-ാമത് ബുക്ക് ചെയ്തത് എന്ത് സംഭവം ചോദിച്ചാൽ ഈ ഊബർ ടാക്സി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. അപ്പോൾ അതങ്ങനെ പോയി. പിന്നീട് ഇത് 1 മാസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, 1 ദിവസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫ്രീ സാധനം കിട്ടല്ലേ, പൈസ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഒരു 6 മാസം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 3-ാമത്തെ QR കോഡ് ചെയ്തു. പക്ഷേ ഈ സാധനം വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഓൺലൈൻ ടാക്സി എന്നായിരുന്നു. പക്ഷേ ഇത് ഊബർ ടാക്സി ആയി പോയി. കുഴപ്പമില്ല, ഇത് നല്ല QR കോഡാണ്. ഇതെന്താ, നമ്മളെ റാപ്പിഡോ യാത്രി, ഇനിയിപ്പോൾ പേഴ്സണൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരിത് ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ ഊബർ ടാക്സി എന്നാണ് കാണുന്നത് ഗൂഗിൾ പേയിൽ. അപ്പോൾ എന്നോട് ചോദിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഓൺലൈൻ ടാക്സി ആക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇനി അടുത്ത 6 മാസം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പുതിയ ബുക്ക് ചെയ്യാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് ആട്ടോ. ഇതൊക്കെ വേറെ എവിടെയും ഇത് വേഗം ഡിക്കിയിലിടാം.
നമുക്ക് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് ബിന്ദു. ഇതിന് മുമ്പ് 2-3 മാച്ച് ട്രിപ്പായിട്ട് വന്നു, അതൊന്നും കിട്ടിയില്ല. അതൊക്കെ നല്ല ട്രിപ്പുകളായിരുന്നു കേട്ടോ, മാച്ച് ട്രിപ്പൊക്കെ വന്നത്. പക്ഷേങ്കിൽ ഇതിന് 8 കിലോമീറ്റർ ഡ്രോപ്പ് ഉണ്ട്, 168 150 രൂപ എത്ര ഉണ്ട്. പിക്കപ്പ് ഡ്രോപ്പിൻ്റെ ക്യാഷ് ഉണ്ട്, പക്ഷേങ്കിൽ പിക്കപ്പ് ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല, കാക്കനാട് ജംഗ്ഷനും കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ ഏതായാലും പോയിട്ട് കസ്റ്റമർ അതൊന്ന് വിളിച്ച് പറയട്ടെ, കാരണം 11 മിനിറ്റ് ഉണ്ട്, പെട്ടെന്ന് എത്തും, ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട്. ഇവ 12 കിലോമീറ്ററിന് 765 റുപ്യ ഇതെടുക്കാം നമുക്ക്. നമ്മളെ ബിന്ദു ചേച്ചിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്, പിക്കപ്പ് കുറച്ച് കൂടുതലാണ്, വേറെ ബുക്ക് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പിന് ഇനി 600 മീറ്ററും കൂടി കേട്ടോ പിക്കപ്പ്. അപ്പം മറ്റേത് ഊബർ ഞാൻ വേഗം ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ട്. ഇനി അവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേഗം ഓഫായി കിടന്നോളും, വേറെ ട്രിപ്പ് അടിക്കൂല. അപ്പോൾ ഇനി നമ്മളെ റാപ്പിഡോ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി 276 കേട്ടോ. ഞാൻ നേരത്തെ 700 പറഞ്ഞത് തോന്നുന്നു. അത് പെട്ടെന്ന് അർജൻറ്റിൽ റാപ്പിഡോ എന്താണോ നമുക്ക് ഊബറിൻ്റെ മാതിരി ഇങ്ങനെ നിൽക്കൂല ട്രിപ്പ്. നമ്മൾ ഊബറത്തെ മാച്ച് ട്രിപ്പിൻ്റെ മാതിരിയാണ്, പെട്ടെന്ന് പോകും. അപ്പോൾ അത് വേഗം ചാടി എടുത്തു. 12 കിലോമീറ്റർ എന്തോ ഉള്ളൂ ഡ്രോപ്പ്. ഏതായാലും ആളെ പോയി പിക്ക് ചെയ്യട്ടെ. ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. ഇതായിരുന്നു കസ്റ്റമർ ഉണ്ടായിരുന്നത്. ഇതവിടെ എത്തിയപ്പോൾ നമുക്ക് ആദ്യം ഒരു മാച്ച് വന്നു, അത് കിട്ടിയില്ല. അപ്പോൾ ഇത് രേണു സൂസൻ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 200 എത്ര ഉണ്ട്, നമ്മളെ എടപ്പള്ളിക്കാണ്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മാച്ച് ട്രിപ്പ് കിട്ടാത്തതിൻ്റെ കേട്ടോ. ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത ചെറുക്കനെ നാളെ നമുക്ക് ഒരു ഫസ്റ്റ് ട്രിപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം റാപ്പിഡോ തന്നെ. പക്ഷേ അന്ന് അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. നമ്മൾ ഇങ്ങോട്ടിപ്പോൾ ഒരു റൈറ്റാണ് തിരിഞ്ഞത്. അത് സ്ട്രെയിറ്റ് പോയിട്ട് തൃപ്പൂണിത്തറ അമ്പലത്തേക്ക് പോകുന്ന റോഡുണ്ട്, ആ റോഡ് സൈഡിലാണ് ഇവൻ്റെ വീടുള്ളത്. അപ്പോൾ ഇന്ന് സ്കൂളിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്, ചോയ്സ് സ്കൂളാണ് ഇരുമ്പനത്തുള്ള. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്ത്. ഇനിയിപ്പോൾ നമ്മളെ സൂസനെ പോയി പിക്ക് ചെയ്യട്ടെ. അത് എടപ്പള്ളിക്കാണ്. എനിക്ക് തോന്നുന്നത് വല്ല അമൃതീക്കായിരിക്കും. 280 എത്ര രൂപയുടെ ട്രിപ്പാണ്, മൾട്ടി സ്റ്റോപ്പാട്ടോ, 2 സ്റ്റോപ്പ് ഉണ്ടോന്നോ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ചായ കുടിക്കണം എഴുതി, ഇവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ ഇത് അമൃതീക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുന്നുംപുറമുള്ള ഫുഡ് കോർണറിൽ നിന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഏതായാലും ഇന്ന് ഇവിടെ സർജ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയേക്ക് ഊബർ ഓണാക്കിയേക്ക് സർജ് ഉണ്ടായിരുന്നു. നമ്മളെ ഫസ്റ്റത്തെ QR കോഡത്തെ ഉദ്ഘാടനം കഴിഞ്ഞു കേട്ടോ. 276 രൂപയുടെ ട്രിപ്പായിരുന്നത്. 200 ക്യാഷ് ആയിരുന്നു, 76 ഗൂഗിൾ പേയിൽ ഇട്ടു. അങ്ങനെ നമ്മളെ പുതിയ QR കോഡത്തെ ഉദ്ഘാടനം കഴിഞ്ഞു. അതുവഴി പോകണേ 8007. 8528 അല്ലല്ലോ, സോറി 8520. അങ്ങനെ നമ്മളെ 2 ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം നമുക്ക് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടർലാലാണുള്ളത്. ഇവിടേക്കായിരുന്നു ലാസ്റ്റ് പിക്കപ്പ് ഉണ്ടായിരുന്നത്. മറ്റേത് നമ്മളെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സൂസനെ പിക്ക് ചെയ്തത്. പിന്നെ നമ്മൾ അവിടെ തൃക്കാക്കര പൈപ്പ് ലൈൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തു. സ്പോട്ടിൽ നമുക്ക് ട്രിപ്പ് അടിച്ചു വണ്ടർലാക്കുള്ള. അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്തു. ഇനി ചായ കുടിക്കണം. 9:40 ആയിട്ടുണ്ട് സമയം. ഇനി ഇവിടുന്ന് 2 ചുരം ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ പുറത്ത് ചായക്കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചായ കുടിക്കാം. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടോയെന്നാവും അവിടെ. ചായക്കട നോക്കി ഇങ്ങനെ പോന്നപ്പോഴേ നമുക്ക് വേറൊരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കാന്ന് തോന്നുന്നുണ്ട്. 178 രൂപയുടെ ട്രിപ്പാണ്. ആനിനെ പോയി പിക്ക് ചെയ്യട്ടെ. ഒരു 850 മീറ്ററും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പേട്ടയിലാണ്. അവിടുന്ന് നമ്മൾ ഇൻഫോ പാർക്കിൽ നിന്ന് അപ്പം തന്നെ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചു. തമ്മനത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ പേട്ടയ്ക്കും ട്രിപ്പ് അടിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 3 ട്രിപ്പ് ഇപ്പോൾ കഴിഞ്ഞു നിലവിൽ. പേട്ടയ്ക്ക് പോകുന്നത് 142, അതിൻ്റെ മുമ്പ് 195 രൂപയുടെ. അപ്പോൾ ഇവിടെ ഒരു റോയൽ ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒന്ന് ചായ എടുക്കട്ടെ. സമയം 11:19 അപ്പോൾ ഇനി ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. നമ്മൾ ആ മിഷ്വറിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചു. 11:52 അതിൻ്റെ സമയം. വേഗം ഊബർ ഓണാക്കട്ടെ. ഈവനിങ് ആയാൽ പണി നിർത്തും. അപ്പോൾ വേഗം ഇനി റെസ്റ്റ് ഇല്ല. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് വണ്ടിയിൽ വെറുതെ അങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ എന്തായാലും 4 മണി 5 മണിയാകുമ്പോൾ നമ്മൾ നിർത്തും. അപ്പോൾ പിന്നെ അപ്പം റെസ്റ്റ് എടുക്കുക. അപ്പോൾ വേഗം ഓടി പൈസ ഉണ്ടാക്കാൻ പറ്റുമോട്ടെ. ഇതിൽ 276 രൂപക്കും ഊബറിൽ ഒരു 995 1300 റുപ്യ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാ വരുന്നു ട്രിപ്പ്. ഇതാ വരുന്നു മാച്ച് ട്രിപ്പാണ്. 1 കിലോമീറ്റർ പിക്കപ്പും 5 കിലോമീറ്റർ ഡ്രോപ്പും.
അത് പോയി. തൃക്കാക്കരക്ക് കേട്ടോ 12 കിലോമീറ്റർ. ഷീന എവിടെ നിൽക്കുന്നത്? ഓക്കെ, നമുക്ക് ആ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ കേട്ടോ പോകേണ്ടത്, മരട് ഭാഗത്തേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ പോയി ആളെ പിക്ക് ചെയ്യട്ടെ. അയ്യോ, നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2 പുള്ളിയേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്നൊരു 200 മീറ്റർ ബാക്കിലേക്ക് പോയൊരു ഇന്ത്യൻ ഓയിൽ ഉണ്ടായിരുന്നു ഇവിടെ പേട്ടയിൽ. ഞാൻ അതിനും വേണ്ടിയിട്ടായിരുന്നു ഊബർ ഓഫ് ചെയ്തത്. പിന്നെയാണ് ചായയുടെയും അതിൻ്റെ കൂട്ടത്തിലാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇപ്പോൾ CNG അടിക്കാൻ മറന്നു. ഇപ്പോൾ ട്രിപ്പ് അടിച്ചപ്പോഴാണ് നോക്കണേ. കുഴപ്പമില്ല, അത് തൃക്കാക്കരക്കുള്ള ട്രിപ്പാണ്. അവിടെ കാക്കനാട് നിന്ന് CNG അടിക്കാം. ഇനി നല്ല മഴക്കോളുണ്ട്, ചിലപ്പോൾ അവിടെ കാക്കനാട് എത്തുമ്പോഴത്തേന് മഴ പെയ്യുമായിരിക്കും. മഴക്കാറ് മൂടിയുണ്ട്. ഈ തൃക്കാക്കര എന്ന് കാണുമ്പോൾ നേരെ റൂമിലേക്ക് കയറാനൊരു പൂതിയാവല. തൃക്കാക്കര നിന്ന് കുറച്ചല്ലേ ഉള്ളൂ, നമ്മളെ റൂമിൻ്റെ അടുത്തല്ലേ. മുമ്പിലൊരു ചെറിയ ഫ്ലാറ്റ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഫ്ലാറ്റിൽ നിന്നായിരിക്കും പിക്കപ്പ് ഉണ്ടാവുക. ഇനി ആകെ ഒരു 130 മീറ്ററും കൂടി ഉള്ളൂ. അല്ല, ഇവിടുന്ന് ഇവിടെ ഒരു റൈറ്റ് ഉണ്ട്. ഈ റൈറ്റ് നിന്നാട്ടോ പിക്കപ്പ് കാണിക്കണേ. അപ്പോൾ ഫ്ലാറ്റ് അല്ല, അപ്പോൾ ഇവിടെ ഏതോ ഒരു വീട്ടിൽ നിന്നാണ്. സ്ട്രൈറ്റ് പോവാ, സ്ട്രൈറ്റ് ആണ് കാണിക്കണേ. അപ്പോൾ 25 നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ വീണ്ടും പേട്ടയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ CNG പമ്പ്, ഇന്ത്യൻ ഓയിൽ. അപ്പോൾ അത് നമ്മളെ ഷീന ചേച്ചിയെ നമ്മൾ കലക്ടറേറ്റിലാണ് ഡ്രോപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. അവിടെ എന്തോ ഒരു സമരത്തിന് പോവാണ് ആള്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേന് സമരമൊക്കെ പിരിഞ്ഞു പോയിക്കണേ. സമരമൊക്കെ അവിടെ എത്തിയപ്പോഴത്തേന് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഇങ്ങോട്ട് ആഡ് സ്റ്റോപ്പ് അടിച്ചു വീണ്ടും പേട്ടയിലേക്ക് തന്നെ. അപ്പോൾ പോയപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഇന്നാൾ ഇതേപോലെ വന്നീനു, അന്നും സമരം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞാണ്ട്. പാർട്ടിൻ്റെ എന്തൊക്കെ പ്രവർത്തകയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്തു. അതിന് നമുക്ക് 400 രൂപ കിട്ടിയിട്ടോ. അതെന്തായാലും അപ്പോൾ അങ്ങോട്ട് നമുക്ക് 200 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാടായിട്ട് 200 വെച്ചിട്ടാണ് കിട്ടിയത്. 400 രൂപയാണ്, 354 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. 354.09 കിട്ടിയത്, 22 കിലോമീറ്റർ. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു 22 കിലോമീറ്ററിന് അടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര പൈസ കിട്ടൂല. ഏതായാലും പോട്ടെ, കുഴപ്പമില്ല. 499 500 രൂപയാണ് ക്യാഷ് കളക്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടുന്ന് CNG അടിച്ചു, എയറോ അടിച്ചു. ഇപ്പോൾ പെട്രോൾ 2 വട്ടം ഉണ്ട് കേട്ടോ. CNG ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. CNGൻ്റെ സീറോ ആക്കിയിട്ടില്ല. 162 കിലോമീറ്റർ അത് സീറോ ആക്കിയിട്ടുണ്ട്. കുറച്ച് എയറോ അടിച്ചിട്ടോ. എയർ നല്ല കുറവുണ്ടായിരുന്നു, കുറച്ച് ദിവസമായില്ലപ്പോൾ അടിച്ചിട്ട് എയർ. CNG 715.60 രൂപ കേട്ടായത് ഫുൾ ടാങ്ക് CNGക്ക്. CNG ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്രോൾക്ക് ജസ്റ്റ് മാറി ആളെ ഡ്രോപ്പ് ചെയ്തപ്പോൾ. പിന്നെ അവിടെ നിന്ന് ഒരു 200-300 മീറ്ററും കൂടി പമ്പിലേക്ക് വന്നു പെട്രോളിൽ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. റാപ്പിഡോ പിന്നെ നമ്മൾ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. സമയം 1:30 ആയപ്പോൾ നമുക്ക് ഒരു വാണിയ ചെറിയ ട്രിപ്പാണ്. 1 കിലോമീറ്റർ പിക്കപ്പും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ എന്തോ ഡ്രോപ്പുള്ളൂ. 134 രൂപയുടെ ട്രിപ്പാണ്. അപ്പോൾ ഗ്ലാസ് പൊക്കട്ടെ. ഇവിടെ ഹിന്ദിക്കാരൻ വന്നിട്ട് കട തുറക്കുന്നുണ്ട്. കടയാണ് കേട്ടോ, അവൻ്റെ ബിസിനസ്സാണിത്. കരിമ്പ് ജ്യൂസാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ശരിക്കും 1 കിലോമീറ്റർ ഒന്നും ഇല്ല കേട്ടോ പിക്കപ്പ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 150 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ നിന്ന് നിന്നതിൻ്റെ തൊട്ട ബാക്കിലൊരു യൂട്ടൺ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് 1 കിലോമീറ്റർ പോയിട്ട് യൂട്ടൺ അടിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി. മറ്റത് ഇവിടെ ഉള്ള ഈ യൂട്ടൻ്റെ തൊട്ടപ്പുറത്ത്, ഇതിൻ്റെ അപ്പുറത്തായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ കൂടിയാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇവിടെ ഈ ഹോട്ടലുണ്ട്. വാണിയെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഇത് നമ്മളെ ഇരുമ്പനം സിഗ്നലിൽ നിന്നൊരു 500 മീറ്റർ മുമ്പോട്ട് പോന്നിട്ട് ഇവിടെ എന്തോ ഒരു സ്റ്റീലിൻ്റെ എന്തോ ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിക്കാണ് ഡ്രോപ്പ് ചെയ്തത് ഇവിടെ. അപ്പോൾ എന്തോ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്തോ ഒരു ഹിന്ദിക്കാരി എന്തോ ആണ്. അപ്പോൾ 1:50 അപ്പോൾ ഒരു 2:15 വരെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ചിലപ്പോൾ ആ ട്രിപ്പ് വീണ്ടും കിട്ടിയാലോ. 141 രൂപ ഉണ്ട് അവിടേക്ക്. ആകെ 3 കിലോമീറ്റർ എത്ര ഉള്ളൂ ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതിന് നമുക്ക് ഡ്രോപ്പ് ഉണ്ടായത് 3.57 കിലോമീറ്റർ. 4 കിലോമീറ്ററിൻ്റെ അടുത്ത്. എന്നാലും പെർ കിലോമീറ്ററിന് 37 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ലാഭമാണ്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1:15 വരെ നിൽക്കാം, 2:15 വരെ നിൽക്കാം. 1:50 അതിൻ്റെ സമയം. നമ്മളെ മറ്റേ കസ്റ്റമർ നമുക്ക് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. ഞാനിപ്പോൾ പോകാൻ വേണ്ടി ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 2:47 ആയി. നമ്മൾ 2:15 പോകണമെന്ന് പറഞ്ഞത് തരും. പിന്നെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമുക്കൊരു ഷിബിൻ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഊബറിൽ. പിക്കപ്പ് 2 കിലോമീറ്റർ ഉണ്ട്. 2.4 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ്.
അപ്പോൾ നമ്മളെ കച്ചേരിപ്പടിക്കൊക്കെയാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷനായിരിക്കും 288 രൂപയുടെ ട്രിപ്പ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് തോപ്പുംപടി പള്ളുരുത്തി ഏകദേശം ഭാഗത്താണ്. 4:30 അതിൻ്റെ സമയം. നമുക്ക് നേരത്തെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കച്ചേരിപ്പടിക്കൊക്കെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ ഒരു കടവന്ത്രക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ട്രിപ്പ് ഉണ്ടായിരുന്നത്. 384 രൂപ കിട്ടി. അതല്ല ഇത് കേട്ടോ കച്ചേരിപ്പടിക്കൊക്കെ 274 രൂപയുടെ ട്രിപ്പായിരുന്നു 16 കിലോമീറ്റർ. അതവിടെ ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് നേരെ കടവന്ത്രക്ക് ഒരു ട്രിപ്പ് അടിച്ചു 136 രൂപയുടെ. അത് ഡ്രോപ്പ് ചെയ്ത ഉടനെ 183 രൂപക്കാണ് ഇപ്പോൾ ഉള്ള ട്രിപ്പ് അടിച്ചത്. ഇപ്പോൾ അതാ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചു, ഊബറിലും അടിച്ചു. റാപ്പിഡോയിൽ 7 എത്ര കിലോമീറ്റർ ഉള്ളൂ, എത്ര നല്ല ഫെയറും ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ ഊബറിൽ അടിച്ച ട്രിപ്പ് ഈ മേരിയുടെ ട്രിപ്പ് 436 രൂപയുടെ ട്രിപ്പാണ്. 27 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 16 രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിന് കിട്ടണത്. വരാപ്പുഴക്കാണ്. അപ്പോൾ ആ ട്രിപ്പ് എന്തായാലും പോണില്ല. പിന്നെ പിക്കപ്പിനും ഉണ്ട് ഒരു 2.3 കിലോമീറ്റർ പിക്കപ്പും ഉണ്ട് 7 മിനിറ്റ്. അപ്പോൾ അതും പാടെ കൂട്ടുമ്പോൾ 16 രൂപ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടണുള്ളൂ. അത് നഷ്ടമാണ് നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു 8 കിലോമീറ്ററിൻ്റെ ലോക്കൽ കിട്ടിയാൽ തന്നെ എന്തായാലും ഒരു 200 രൂപ എന്തായാലും കിട്ടും. പിന്നെ ഒരു 8 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് പോയാൽ അപ്പോൾ 8 16 കിലോമീറ്റർ ആവുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് 400 രൂപയായി. അപ്പോൾ ഈ ട്രിപ്പ് പോകണം നമുക്ക് വളരെ നഷ്ടമാണ്. കാരണം 27 കിലോമീറ്റർ ഉണ്ട്, 16 രൂപ വെച്ചിട്ട്. പിന്നെ പിക്കപ്പും പാടല്ലേ. അപ്പോൾ ആളേതായാലും വിളിച്ച് പറയട്ടെ, മേരിനെ വരാപ്പുഴക്കാണ്. ഞാൻ ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് ഒരു അംബിക 180 രൂപയുടെ 6.3 കിലോമീറ്റർ ഉള്ളു പിക്കപ്പ്. 2.5 കിലോമീറ്റർ ഇതുകൊണ്ട് പിക്കപ്പ്. അപ്പോൾ ഇതേതായാലും പോയി ആളെ പിക്കട്ടെ അംബികാനെ. ഇത് രണ്ടും 2.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിക്കപ്പ്. ഇത് 6 കിലോമീറ്റർ ഉള്ളു ഡ്രോപ്പ്. 180 രൂപ കിട്ടും. നമ്മളെ റാപ്പിഡോൻ്റെ ട്രിപ്പ് ഇവിടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കായിരുന്നു. ഞാനിവിടെ എത്തിയ ഉടനെ ഊബർ ഓണാക്കി. അപ്പോൾ ഒരു മാച്ച് ട്രിപ്പ് വന്നു. അതൊരു നഷ്ട ട്രിപ്പായിരുന്നു. 17 കിലോമീറ്ററോ അതിന് എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ റാപ്പിഡോയിൽ നമുക്ക് വേഗം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 354 രൂപയുടെ 18 കിലോമീറ്ററിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് റാപ്പിഡോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 19 കിലോമീറ്റർ വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇത് എവിടുത്തെ സ്ഥലം ഞാൻ നോക്കിയിട്ടില്ല. ഏകദേശം നമ്മളെ തിരിച്ച് ഈ ബാക്കിലേക്കുള്ള റോഡ് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ ഏതായാലും റിവേഴ്സ് ഇടട്ടെ, എന്നിട്ട് ആളെ പിക്കട്ടെ. വിശാലാണ്. ഊബർ ഞാൻ ഓണാക്കി. അപ്പോൾ തന്നെ നഷ്ട ട്രിപ്പ് വന്നു. ഞാൻ വേഗം ഓഫ് ചെയ്തു. മാച്ച് ട്രിപ്പ് വന്നത് ഭാഗ്യത്തിന്. അപ്പം നമ്മളെ വിശാലിനെ പിക്ക് ചെയ്യട്ടെ. ഇത് എടുക്കാൻ ഡ്രോപ്പ് എന്നറിയില്ല. ഇത് കഴിഞ്ഞിട്ട് കാക്കനാട്ടിക്ക് ഒരു ട്രിപ്പും പാടെ അടിച്ചാൽ പരിപാടി നിർത്തും. റാപ്പിഡോൻ്റെ ആളിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ആർ യു കമ്മി എന്നൊക്കെ പറഞ്ഞാണ്ട്. ചേട്ടാ അപ്പോൾ വരാം, വണ്ടി ഒന്നും ഓടിക്കട്ടെ. ഇത് പാറൊന്നുമില്ല, ചിറകൊന്നുമില്ല. എല്ലാവർക്കും അർജൻറ്റാണ്. വണ്ടിയാണ് ബുക്ക് ചെയ്താൽ അപ്പം മുമ്പൊക്കെ എത്തണം. എന്താല്ലേ അതിനനുസരിച്ചുള്ള പരിഗണനയും പൈസയും തരുമെന്നാവും. അതൊന്നുമില്ല. അവർക്ക് ബുക്ക് ചെയ്താൽ വണ്ടി അപ്പോൾ കിട്ടണം. ഇവിടുന്ന് ചെറിയ ദൂരമേ ഉള്ളൂ, 500 മീറ്റർ എന്തോ ഉള്ളൂ. വേഗം പോയി വിശാലിനെ പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ റാപ്പിഡോൻ്റെ 354 രൂപയുടെ ട്രിപ്പും കഴിഞ്ഞിട്ടോ. നമ്മളെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. വേഗം റീചാർജ് ചെയ്യട്ടെ. ഇനി നേരെ റൂമിലേക്കാണ് ഡെസ്റ്റിനേഷൻ ഇടുക, റൂമിലേക്ക് പോവുക. ഇത് റീചാർജ് ചെയ്തിട്ട് ഊബർ ഓണാക്കാം. ഗൂഗിൾ പേ. അപ്പോൾ ഓക്കെ. അപ്പോൾ റീചാർജ് റെഡി ആയിട്ടുണ്ട്. റാപ്പിഡോ സക്സസ്ഫുള്ളി കാണിക്കട്ടെ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. സക്സസ്ഫുൾ. ഓക്കെ. ഇതിൽ ഡെസ്റ്റിനേഷൻ ഇട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഡെസ്റ്റിനേഷൻ ഇടുക. ഇതിൽ ഡെസ്റ്റിനേഷൻ ഇട്ടാലും വേറെ എവിടേക്കൊക്കെ അടിക്കും. 951 രൂപ കട്ടുന്നു റാപ്പിഡോയിൽ ഓടിയത്. ഊബർ ഓണാക്കട്ടെ. ഊബർ എന്തായിക്കണോ അറിയില്ല. ഊബർ ഇപ്പോൾ കുറച്ച് 2 ട്രിപ്പായിട്ട് അടുപ്പിച്ചെടുക്കാതെ നിൽക്കണു അല്ലേ? ഇല്ല, ഒറ്റ ട്രിപ്പ്. പിന്നെ ഡെസ്റ്റിനേഷൻ ഇടട്ടെ. ആദ്യം ഓണാക്കാം. ഓണാക്കിയാൽ പെട്ടെന്ന് വേറെ എവിടേക്കൊക്കെ അടിച്ചാലാണ് സീന്. ബാവ അവറോറ. ഓക്കെ. ചില സമയങ്ങളിൽ ആവലില്ല, എറർ ആവലാണ്. ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് അയക്കണേ. അപ്പം നമുക്ക് ഇപ്പോൾ പോണ ഭാഗത്തേക്കല്ല, നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ എവിടെയെങ്കിലും വണ്ടി ഓടിക്കട്ടെ. ഇത് നേരെ ബാക്കിലേക്ക് പോയാൽ മറ്റേ നമ്മളെ ഇവിടെ എത്തും, വെണ്ണല ആ ഭാഗത്തേക്കാണ് എത്തുക. നേരെ ബാക്കിലേക്ക് പോയാൽ കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്ഥലം നോക്കട്ടെ. നമ്മൾ ഏകദേശം ഇങ്ങനെ കാലടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലച്ചോട് എത്താനായി. പക്ഷേങ്കിൽ ഇവിടെ നമുക്കൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നീണ്ടു കിടക്കുന്നൊരു ബ്ലോക്കാണ്. പാലച്ചോട് ജംഗ്ഷൻ വരെ ഉണ്ടോന്നു. 5:56 സമയം. അപ്പോൾ എല്ലാവരും അവിടെ പുറപ്പെട്ടിട്ടുണ്ട്. എവിടേക്കാ ഇപ്പം ഇനി ഇയാൾ പോണത്? ഇങ്ങോട്ടാ? എന്നാൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വരിക്കണ ഡിലേ. ഓട്ടോറിക്ഷക്കാരനെ പോയാൽ എങ്ങനെ കുത്തിക്കയറാൻ പറ്റുള്ളൂ. അതേപോലത്തെ ഒരു വണ്ടി അവിടെ നിന്നും വരുന്നുണ്ട്. അവിടെ ഉണ്ട് ഈ വെള്ളത്തിൻ്റെ പരിപാടി. ഇവിടെയൊക്കെ കുടിവെള്ളത്തിൻ്റെ എന്തൊക്കെയോ പരിപാടി ഉണ്ടാണ്ടോ. നമ്മൾ ഏകദേശം ഒരു ഈച്ചമുക്ക് ആ ഭാഗത്ത് എത്തിയാൽ ഊബർ ഓഫ് ചെയ്യും. പിന്നെ ചിലപ്പോൾ നമ്മൾ കയറിയോടത്തേക്ക് ട്രിപ്പ് അടിക്കണം എന്നില്ല. കാരണം
ഏകദേശം പിന്നെ അവിടുന്ന് ഡെസ്റ്റിനേഷൻ എല്ലായിടത്തേക്ക് ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അവിടേക്കായിട്ട് കിട്ടൂല. അപ്പോൾ ഏതായാലും ഒരു ഈച്ചമുക്ക ഭാഗത്തുമ്പോൾ ഓഫ് ചെയ്യുക, ഊബർ ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ഫുള്ള് ബ്ലോക്കാണ്. കാലടിച്ച് പോയാൽ കുഴപ്പമില്ല, ഒരു 2-3 കിലോമീറ്റർ ഉള്ളൂ ഈച്ചമുക്കിൻ്റെ അടുക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്താണി വഴി പോകണം. കാരണം അവിടുന്ന് മിനറൽ വാട്ടർ എടുക്കാണ്ട്. നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ക്യാനുണ്ട് വണ്ടീൻ്റെ ഡിക്കിയിൽ. ഇന്നലെ എടുത്തതായിരുന്നു, പക്ഷേങ്കിൽ ഇന്നലെ നമ്മൾ മൊബൈൽ ഷോപ്പ് കയറിയിട്ട് അങ്ങനെ സമയം പോയി. പിന്നെ അവിടുന്ന് 9 മണിക്കല്ല ഇറങ്ങിയത്. അപ്പോൾ തന്നെ ആ ചേച്ചിൻ്റെ കട അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വെള്ളവും വാങ്ങണം, ഫുഡും വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോവുക. 5:58 6 മണിയായി. എന്തായാലും റൂമിലേക്ക് എത്തുമ്പോൾ ഒരു 7 മണിയാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടോ. ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ 6:18 ഇവിടെ എത്തി പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് കാക്കനാട് ജംഗ്ഷനിലാണ്. പോരുന്ന വഴിക്ക് നമുക്ക് റാപ്പിഡോയിൽ കുറേ ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു, 200 സംതിങ് 5 കിലോമീറ്ററിനൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സിഗ്നലിലെത്തിയപ്പോൾ നമുക്ക് ഊബറിലൊരു മാച്ച് അടിച്ചു. അപ്പോൾ ഞാൻ വേഗം ഓഫ് ചെയ്തു ഊബർ, അല്ലെങ്കിൽ അത് ട്രിപ്പായിട്ട് വരും. ഇനി ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു അടുക്കള പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് ഇവിടെ. ഇതുണ്ടോ, ഒരു അടുക്കള പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, നല്ല അടിപൊളി ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ദോശ വെച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അവിടുന്ന് ഏതായാലും ഒരു 3 ദോശയും വാങ്ങിയിട്ട് നേരെ റൂമിൽ പോട്ടെ. ദോശയും വാങ്ങണം, പിന്നെ ഒരു 10 മുട്ടയും വാങ്ങണം ഓംലേറ്റ് അടിക്കാൻ. അത് നമ്മളെ ചേച്ചീൻ്റെ കടയിൽ നിന്ന് വാങ്ങാം, വെള്ളം വാങ്ങുന്നിടത്തുനിന്ന്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് നേരെ ഒരു 1.5 കിലോമീറ്ററും കൂടി ഉള്ളൂ നമ്മളെ റൂമിലേക്ക്. അപ്പോൾ നമുക്ക് അതിൽക്കൂടി കറങ്ങി പോകണം. കാരണം എന്താ വെച്ചാൽ വെള്ളം അവിടെയാണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, കൊടുക്കണവരുണ്ടാവും, പക്ഷേ എങ്കിൽ എനിക്ക് അറിയണവരില്ല. അതൊന്ന് അന്വേഷിക്കണം. കാരണം എന്താ, ഇനിയിപ്പോൾ അതിന് അവിടേക്ക് പോകണം വെള്ളം വാങ്ങാൻ. അപ്പോൾ നമ്മളെ റൂമിൻ്റെ അയൽവാസി ആട്ടത്, ഇതൊക്കെ റൂം ഓണർ തന്നെയാണ്. അപ്പോൾ അവിടെ വാടകയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്, വല്ല പേഴ്സണൽ ഓട്ടത്തിനൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഊബറിൽ ഓടിയത് 9 ട്രിപ്പാട്ടെന്ന് ഊബറിൽ ഓടിയത്. റാപ്പിഡോയിൽ എത്ര ട്രിപ്പ് ഓടിയത്? റാപ്പിഡോയിൽ ട്രിപ്പ് കാണിക്കുന്നില്ലല്ലോ, എത്ര ട്രിപ്പാണ്? അതെ, 4 ട്രിപ്പ് റാപ്പിഡോയിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തിയിട്ടുണ്ട്. CNG അടിച്ചിട്ട് 77 കിലോമീറ്റർ ഓടിയിട്ടോ. ഇനിയുണ്ട് 6 കട്ട. അപ്പോൾ പെട്രോൾ 2 കട്ട ഉണ്ട്. ബിയിൽ ഇന്ന് 172 കിലോമീറ്ററാണ് ഇന്ന് ബിയിൽ ഓടിയത്. അങ്ങനെ നമ്മളെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. കുറച്ച് വലിയ ഉള്ളി, മുളകും, നൂഡിൽസും പഴവും വാങ്ങിയിട്ടുണ്ട്. പിന്നെ 10 മുട്ട, പിന്നെ നമ്മളെ വെള്ളവും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊക്കെ പാടെ കൂടി അടിയൊക്കെ ഇറക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഏതായാലും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി നാളെ കാണാം.